Meet the editors. കുട്ടിയോട് അനീതിയോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക വിദ്യ വഴി. പിയാസുനിൽ, ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഇപ്പോൾ ഇത് വിവാദം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇൻറ്ററിം സ്റ്റേക്ക് വേണ്ടിയിട്ട് പോയി, പക്ഷേ ഇൻറ്ററിം സ്റ്റേ അനുവദിച്ചില്ല. പക്ഷേ അപ്പോഴും അവരുടെ പ്രയർ എന്ന് പറയുന്നത് 2018 മുഷ്താഖിൻ്റെ വിധി, ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയുണ്ട്. ആ വിധി അനുസരിച്ച് സാങ്കേതികമായി യൂണിഫോമിൻ്റെ കാര്യത്തിൽ സ്കൂളിൻ്റെ നിലപാട് നിയമപരമായി ശരിയാണ്, അത് അനുവദിച്ച് കിട്ടണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇപ്പോൾ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റാൻ രക്ഷിതാവ് തീരുമാനിക്കുന്നു. അത്യന്തം നിർഭാഗ്യകരമായ സാഹചര്യം. ഇതിൽ കുട്ടിക്ക് അനീതിയോ എന്നുള്ളതാണ് ചോദ്യം. പിയാസുനിൽ, നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഹിജാബ് വിവാദം തുടങ്ങുന്നത്? 2022 കർണാടകത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ഒരു വലിയ വിഷയമായി ഉയർന്നു വരുന്നു. കർണാടകത്തിൽ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടികൾക്ക് നേരെ, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ ഹിന്ദു സംഘടനകളുടെ പെട്ട വിദ്യാർത്ഥി സംഘടനകളിലെ കുറെ ചെറുപ്പക്കാർ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു. അത് പിന്നീട് കർണാടകത്തിലെ വലിയൊരു പ്രതിഷേധമായൊക്കെ തന്നെ മാറുന്നു. പിന്നീട് അന്നത്തെ കർണാടകത്തിലെ BJP സർക്കാർ സംസ്ഥാനത്ത് കർണാടകത്തിൽ ഹിജാബ് നിരോധിക്കുന്നു. അങ്ങനെയാണ് ഹിജാബിന് നിരോധനം വരുന്നത്. ഹിജാബ് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുന്നത്. പിന്നീട് ഈ കേസ് കർണാടക ഹൈക്കോടതി പരിശോധിച്ചു. പിന്നീട് അത് സുപ്രീം കോടതിയിൽ വന്നു. ഒടുവിൽ സുപ്രീം കോടതി സ്കൂൾ മാനുവൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു. ഹിജാബ് മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി അന്ന് വിധി പറഞ്ഞത്. ഏതായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഒരു വിവാദം ഉയർന്നു വന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കണം. ഏതാണ്ട് 2020 മുതൽ 2021 കടന്ന് ഏതാണ്ട് ഒരു വർഷത്തിലധികം നീണ്ട ഒരു കർഷക സമരമുണ്ടായിരുന്നു ഡൽഹിയിലെ സിംഗു അതിർത്തിയിൽ. അങ്ങനെ ഒരു വർഷത്തിലധികം നീണ്ട ഒരു കർഷക സമരം നടന്നു. രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കർഷക സമരമായിരുന്നു. ആ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി സർക്കാരിന് 3 കാർഷിക നിയമങ്ങളും, അന്ന് വിവാദമായ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. ആ സമരത്തിന് മുൻപിൽ നരേന്ദ്രമോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ആ കാലത്തുണ്ടായ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 2020 ഹാത്രസിൽ നടന്നിട്ടുള്ള ഒരു ബലാത്സംഗ കൊലപാതക കേസ്. അവിടുത്തെ ഠാക്കൂർ സമുദായത്തിൽപ്പെട്ട കുറെ ചെറുപ്പക്കാർ ഒരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. അത് ഉത്തർപ്രദേശിൽ രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഠാക്കൂർ സമുദായക്കാരനായതുകൊണ്ട് തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള വലിയ രാഷ്ട്രീയ വാദങ്ങൾ ഉയർത്തി അതൊക്കെ രാഷ്ട്രീയമായി BJPയെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യം. അതിനൊപ്പമാണ് കർഷക സമരം ഉയർത്തിയ ഭീഷണി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് കർണാടകത്തിൽ നിന്ന് 2022 ഫെബ്രുവരി മാസത്തിൽ ഹിജാബ് എന്നുള്ളൊരു വിവാദം ഉയർന്നു വരുന്നത്. അത് വലിയ ചർച്ചയാകുന്നത്. ആ വർഷമായിരുന്നു ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരുപക്ഷെ കർണാടകത്തിൽ എത്രത്തോളം അത് വിവാദമായോ അത്രത്തോളം അത് UPയിൽ ആളിക്കത്തിക്കാൻ അന്ന് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഹിജാബ് വിവാദം കർണാടകത്തിൽ ഉയർന്നു വന്നു എന്നതിന്റെ ഉത്തരം അന്ന് ഉത്തർപ്രദേശിൽ വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവിടെ പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണം നമ്മൾ കേരളത്തിലേക്ക് നോക്കാൻ. കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ, ഒരു ശിരോവസ്ത്രം ധരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയോട് അവിടുത്തെ സ്കൂൾ മാനുവൽ അനുസരിച്ച്, സ്കൂൾ ചട്ടം അനുസരിച്ച് യൂണിഫോം ധരിച്ചെത്തണം, ഈ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നു. അതൊരു വലിയ വിവാദമായി മാറുന്നു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നു. മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിജാബ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റണം എന്നുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനോട് യോജിപ്പില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്നു. ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് സർക്കാർ നോട്ടീസ് അയക്കുന്നു. അക്കാര്യത്തിലൊക്കെ തന്നെ വളരെ ശക്തമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം വളരെ പക്വമായി പ്രതികരിച്ചു എന്നുകൂടി ഞാൻ പറയും. കാരണം ഈ വിഷയത്തെ ഒരു മതപരമായ വിഷയമായി ആളിക്കത്തിക്കാൻ പ്രതിപക്ഷവും തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ തന്നെ വളരെ പക്വമായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും പിന്നീട് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തി. ഏതായാലും സർക്കാർ തീരുമാനം ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കൂളിനൊരു തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഈ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഇനി ഈ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ പോകാൻ പോകുന്ന സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിൽ തീർച്ചയായും 2022 സുപ്രീം കോടതി വിധികൾ ചേർത്ത് വെച്ചായിരിക്കും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത്.
പരിഗണിക്കുക. സ്വാഭാവികമായും സ്കൂളിന്റെ യൂണിഫോം ചട്ടം കർശനമായി പാലിക്കണം എന്നൊക്കെയുള്ള വിധിയായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഗംഭീരമാകും കാര്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം മതം എന്നു മുതലാണോ ഉണ്ടായിരുന്നത്? 7-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന ആ ഒരു മുസ്ലിം മതങ്ങൾ ആ ഒരു കാലത്ത് തന്നെ ഏതാണ്ട് കേരളത്തിലും 7-ാം നൂറ്റാണ്ട് കാലത്ത് കേരളത്തിലും ഈ മുസ്ലിം മതങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രകാരന്മാരൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത്രയും കാലം മുമ്പ് മുസ്ലിം സമുദായം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിട്ടും അറേബ്യൻ രാജ്യങ്ങളിലെ വസ്ത്രധാരണ രീതിയോട് അതുപോലെ പൊരുത്തപ്പെടുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഒരിക്കലും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമുദായങ്ങൾ മാറിയിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എന്നു മുതലാണ് ഈ ഹിജാബും അല്ലെങ്കിൽ ഈ പർദ്ദയും ഒക്കെ തന്നെ വളരെ നിർബന്ധമാകുന്ന ഒരു കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. ഒരു 10, 15, 20 വർഷം മുമ്പ് ആരെങ്കിലും ഇതുപോലെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊക്കെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിർബന്ധമാകുന്ന വളരെ കർശനമാകുന്ന ഒരു കാലം കൂടി വരികയാണ്. അപ്പോൾ ഹിജാബിനെ എതിർക്കുന്ന ഒരു പക്ഷം ഒരു വശത്ത് ശക്തമാകുമ്പോൾ അതിന്റെ മറുവശത്ത് ഹിജാബുകളുടെയും പർദ്ദകളുടെയും എണ്ണം കൂടി വരുന്ന ഒരു രാഷ്ട്രീയം കൂടി നമ്മളിവിടെ തിരിച്ചറിയണം. അതുകൂടി അപകടകരമായ ഒരു രാഷ്ട്രീയമാണെന്നൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. മലബാർ കലാപത്തെ RSS പറയുന്നത്, സംഘപരിവാർ പറയുന്നത് അതൊരു മുസ്ലിം സമരം എന്നാണ്. അത് മുസ്ലിം സമരം ആണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു രാഷ്ട്രീയം എന്നത്. അപ്പോൾ ആ ഒരു അപകടകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ചറിയണം. കേരളം എന്ന് പറയുന്നത് നമ്മൾ നവോത്ഥാനത്തിന്റെ മണ്ണാണെന്ന് പറയും. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ തന്നെ വലിയ പോരാട്ടം നടത്തിയ ഈ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ മണ്ണാണ് കേരളത്തിൻ്റെത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ആയി എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ഇന്നത് മതങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ നടന്നിട്ടുള്ള ഈ സംഭവം ഇതുപോലെ വലിയ വിവാദമായി മാറുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു വിഷയമേ അല്ല. ഇതൊരു സാധാരണ ഒരു സംഭവമായി മാറേണ്ട ഒരു സാഹചര്യത്തെ ഇതുപോലെ ആളിക്കത്തിച്ചു കൊണ്ടുവന്നത് ഇതിന് പിന്നിലെ 2 രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിജാബിനെ എതിർക്കുന്ന രാഷ്ട്രീയവും ഹിജാബിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ നടക്കുന്നത്. ആ 2 രാഷ്ട്രീയവും കേരളത്തിൽ അപകടകരമാണ്. ഞാൻ പറയട്ടെ, വിശ്വാസത്തിന്റെ ഭാഗമായി ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ, കാനഡയിലും UK യിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടി ഞാൻ കുറെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോറികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ UK യിലും കാനഡയിലും ഒക്കെ തന്നെ പഠിക്കുന്ന കുട്ടികളെ, ഒരുപാട് മുസ്ലിം കുട്ടികൾ കേരളത്തിൽ നിന്ന് വന്ന് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ പഠിക്കുന്നുണ്ട്. അവിടെ അവരൊന്നും പർദ്ദയും ഹിജാബും ഒന്നും ധരിക്കുന്നില്ല. വളരെ സ്വതന്ത്രരായാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത് അവരുടെ വീടുകളിൽ, അവരുടെ വിശ്വാസത്തിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായും അപകടകരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഈ കുട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2 ഇടങ്ങളിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സ്മൃതി, അതാണ് ഒരു കാഴ്ചപ്പാടതാണ്. കാരണം മതചിഹ്നങ്ങൾ കുട്ടികൾ ഏത് ഘട്ടം മുതൽ സ്വീകരിച്ചു തുടങ്ങണം എന്നുള്ളത് വലിയ വിശാലമായൊരു ചർച്ചയാണ്. എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ ആ ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല. കാരണം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവർക്കിഷ്ടപ്പെട്ട മതചിഹ്നങ്ങളുമായിട്ട് സ്കൂളിൽ വരികയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി താൽക്കാലികമായി സ്കൂളിന് തിരിച്ചടിയാണെന്ന് പറയുമ്പോഴും ആ വിധി സൂക്ഷിച്ചു വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അതിൽ പറയുന്നുണ്ട് ഈ CBSE സ്കൂളിൻ്റെ കാര്യത്തിൽ കൊയേഴ്സീവ് സ്റ്റെപ്പ് എടുക്കാൻ, നിർബന്ധമായിട്ട് സ്റ്റെപ്പ് എടുക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ DDയുടെ ഉത്തരവ് ബൈൻഡിംഗ് ആണോ എന്ന ചോദ്യത്തിന് സാങ്കേതികമായത് ബൈൻഡിംഗ് അല്ല. പക്ഷേ എങ്കിൽ പോലും കുട്ടിക്ക് ഇവിടെ അനീതിയാണോ കിട്ടിയിരിക്കുന്നത്? കുട്ടിക്ക് അനീതിയാണ്. ഞാൻ ഈ കോടതി വിധിയൊക്കെ മാറ്റിവെക്കാം. കാരണം കോടതി വിധി നേരത്തെയും സ്കൂളിന് അനുകൂലമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലപ്പുറമുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സുനിൽ പറഞ്ഞതുപോലെ രണ്ടും ഒരേ മട്ടിൽ കാണേണ്ട, ഒരേ രൂപത്തിൽ കാണേണ്ട ഒരു സാഹചര്യമാണോ ഇത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള സാഹചര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ തന്നെ ഒരു യൂണിഫോമിലാക്കാൻ ശ്രമിക്കുന്നവർ ഭരിക്കുന്ന ഒരു പ്രത്യേക കാലമാണ് ഇത്. അപ്പോൾ ഇവിടെ രാജ്യത്തെ മുസ്ലിം സമൂഹം ഏത് രീതിയിൽ വിവേചനം അനുഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം ഈ വിഷയത്തെ നോക്കാൻ. അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമാണ്, അല്ലാതെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ആ നിലയ്ക്ക് തന്നെ കാണണം. ഇന്നത്തെ ആ പ്രിൻസിപ്പലിൻ്റെ ചിരി മനസ്സിൽ നിന്നും മായുന്നില്ല.
ചിരിച്ചുകൊണ്ട് അവർ പ്രതികരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ എടുക്കുന്നില്ല, ചോദ്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഭാരതീയ പാരമ്പര്യമാണ് ഈ സ്കൂൾ തുടരുന്നു എന്ന് പറയുന്നു. എന്താണ് ആ ഭാരതീയ പാരമ്പര്യം? എന്നും നമ്മൾ രാജ്യത്തെ പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടല്ലോ സ്കൂളിൽ. ആ പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്സ് റിച്ച് ആൻഡ് വാരിഡ് ഹെറിറ്റേജ് എന്നാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബഹുസ്വരത എന്നതിനെ മാനിക്കാതെ ഈ പ്രതിജ്ഞാവാചകം എല്ലാ ദിവസവും സ്കൂളിൽ ചൊല്ലുന്നു. അത് എത്രത്തോളം ആ കന്യാസ്ത്രീ അല്ലെങ്കിൽ ഈ എതിർക്കുന്ന സ്കൂളും മാനേജ്മെൻറ്റും എത്രത്തോളം അത് സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മാതൃകാപരമായ പ്രതികരണം ഇവിടെ നടത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ആ ചിത്രവും, വിദ്യാഭ്യാസ മന്ത്രി തട്ടമിട്ട ഒരു പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ആ ചിത്രം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇക്കാലത്ത്, ഈ സമയത്ത് അത് ഉറച്ചു പറയുന്നു. അതിലൊരു കടുകിട വ്യത്യാസം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളത് അഭിനന്ദനീയമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാട്, അത്രയും കർക്കശമായ നിലപാട് അദ്ദേഹത്തിൻ്റെ മാത്രം നിലപാടായിട്ടാണ് കാണുന്നത്. ഒരു പൊതുവായ സമീപനമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ആ നിലപാട് അവിടെ എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തട്ടം എന്ന് പറയുന്നില്ല എങ്കിലും ഒരു ശിരോവസ്ത്രം അണിഞ്ഞ ഒരു വ്യക്തിയാണ് മറ്റൊരാളുടെ ശിരോവസ്ത്രത്തെ എതിർക്കുന്നത്. അപ്പോൾ ആ ശിരോവസ്ത്രം ഞങ്ങളുടെ യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ശിരോവസ്ത്രം മറ്റേയാളുടെ ശിരോവസ്ത്രത്തെക്കാൾ മേലെയാണ്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം മറ്റേയാളുടെ വിശ്വാസത്തേക്കാൾ മേലെയാണ് എന്ന സന്ദേശമാണോ നൽകുന്നതെന്ന് സംശയിക്കാം. അങ്ങനെയാണത് പറഞ്ഞു വരുന്നത്. ഇവിടെ ഇത് പറ്റില്ല, ഞങ്ങളുടെ യൂണിഫോം ഇതല്ല എന്ന് പറയുമ്പോൾ ആ യൂണിഫോം മാനുവലൊക്കെ ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ടല്ലോ. ആ യൂണിഫോം മാനുവലിൽ ഹിജാബിനെ എതിർക്കുന്നതെന്ന് പറയുന്നില്ല, ഹിജാബ് ഇടരുതെന്ന് പറയുന്നില്ല. യൂണിഫോം കളറിൽ തലയിൽ ഒന്ന് മൂടി വന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവിടെയാണ് ഈ സ്നേഹം, ആർദ്രത, കരുണ, കരുതൽ ഒക്കെയാണ് പൊതുവെ കന്യാസ്ത്രീകളിൽ നിന്നും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം അതാണ്. പക്ഷേ ഇന്ന് കണ്ട പ്രതികരണം, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല, ഇന്ന് കണ്ട പ്രതികരണം അതും ആ കന്യാസ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണെന്ന് കരുതുന്നേയില്ല. അവർ നടത്തിയ പ്രതികരണം എഴുതി വെച്ചതുപോലെ ചില കാര്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ആ പറഞ്ഞ വാചകങ്ങൾ, ആ ചിരി ഒക്കെ എന്താണ് ആ നൽകുന്ന മെസ്സേജ്? എന്താണ് ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് നൽകുന്ന മെസ്സേജ്? എന്താണ്? നമ്മളെല്ലാം ഒരുപോലെ വന്നാൽ മതി എന്നാണോ? അപ്പോൾ അങ്ങനെയല്ലാതെ വരുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നാണോ? ആ കുട്ടി ആ സ്കൂളിൽ പഠിക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എത്ര ലജ്ജാകരമാണ് കേരളത്തിൽ അത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഇനി അവൾ എവിടേക്കാണ് പോകുന്നത്? ഒരുപക്ഷെ മുഴുവൻ തട്ടമിട്ട കുട്ടികളുടെ ഇടയിലേക്കായിരിക്കും ആ കുട്ടി പോകുന്നത്. അപ്പോൾ ബഹുസ്വരതയെക്കുറിച്ച് ആ കുട്ടി ഇനി എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ബഹുസ്വരതയെക്കുറിച്ച് എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിച്ഛേദമല്ലേ നമ്മളുടെ ഓരോ ഇടങ്ങളും? അങ്ങനെയല്ലേ പഠിപ്പിക്കേണ്ടത്? ഈ അധ്യാപകർ പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളെ പറഞ്ഞു വരികയാണ്. ഇപ്പോൾ ചില ആത്മഹത്യകളൊക്കെ കുട്ടികളൊക്കെ നടക്കുമ്പോൾ ഈ സ്കൂളിലെ അധ്യാപകർക്ക് എന്താണ് പഠിക്കുന്നത്? എന്താണ് ഈ ലോകത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്? എന്താണ് കുട്ടികളോട് എടുക്കുന്ന സമീപനത്തിൽ വരുത്തേണ്ട പ്രതികരണം? ആ അച്ഛൻ ഇന്ന് പ്രതികരിക്കുന്നത് 3 പെൺമക്കളുടെ പിതാവാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ PG ചെയ്യുന്നു, രണ്ടാമത്തെ മകൾ റഷ്യയിൽ MBBS പഠിക്കുന്നു, 3ാമത്തെ പെൺകുട്ടിയാണിത്. അപ്പോൾ ഈ പർദ്ദ അടിയിച്ച് കുട്ടികളെ അകത്തിരുത്തുക അല്ലെങ്കിൽ വേഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുക, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പിതാവല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. 3 പെൺമക്കളെയും പഠിപ്പിക്കുന്നുണ്ട്, അവരെ സ്വന്തം കാലിൽ നിർത്തുന്നുണ്ട്. ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇനി ഞാൻ ആ സ്കൂളിലേക്കില്ല എന്ന് പറയുന്നത്. ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ ഇപ്പോൾ ഇവിടെ അമിത്ഷായുടെ പ്രതികരണം കണ്ടത്, രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 24.6% ഹിന്ദു ജനസംഖ്യ 4.5 ആകുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളൊക്കെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടല്ലേ കാണുന്നത്. ഇവിടുത്തെ PTA പ്രസിഡന്റ്, അദ്ദേഹം നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിനിധിയാണെന്ന് പറയുന്നു. അത് മേഘാലയയിലെ പാർട്ടിയാണ്, മേഘാലയയിൽ അതൊരു സെക്യുലർ പാർട്ടിയാണ്, പക്ഷേ ഇവിടെ NDAയുടെ ഭാഗമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ആശയം അവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ PTA പ്രസിഡന്റിന്റെ പ്രതികരണങ്ങൾ കൂടി എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പിതാവ് പറഞ്ഞ് ശ്രദ്ധിക്കാം. നമ്മൾ ഈ SDP ഒക്കെ പങ്കൊക്കെ നമ്മളെ പുറത്തു പറയുന്നുണ്ടെങ്കിലും ആ പിതാവ് പറയുകയാണ്, ഞാൻ കേസിനുമുള്ള ഒരു പരിപാടിക്കുമില്ല, ഇത് വർഗീയമായി കത്തരുത് എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മളിത് കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരാൾക്ക് അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, പർദ്ദയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന ഹിജാബുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാമെന്നേ, അത് വേറെ വിഷയമാണ്. പക്ഷേ അത് ധരിക്കരുതെന്ന് വേറെ ഒരാൾ നിഷ്കർഷിക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ സ്വയം തീരുമാനിക്കുന്നതല്ലാതെ നിഷ്കർഷിക്കുമ്പോഴാണ് പ്രശ്നം. എൻ്റേത് നല്ലതും നിങ്ങളുടേത് മോശവും എന്നെങ്ങനെയാണ് പറയുക? യേശുക്രിസ്തു അങ്ങനെ പറയുമോ? യേശുക്രിസ്തു ആണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക? ചേർത്ത് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്താണ് യേശുവിൻ്റെ സന്ദേശം? എന്താണ് ഇവർ ബൈബിൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നും വേണ്ട, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് ഒന്ന് ചോദിച്ചാൽ മതി. അവരുടെ ശിരോവസ്ത്രത്തിന് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം, അവരെ ആൾക്കൂട്ടം ഏത് രീതിയിലാണ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? സ്ത്രീയും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘം വന്ന 2 കന്യാസ്ത്രീകൾ അവിടുന്ന് പകച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അവർ ഏത് മാതിരി ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. അവർക്ക് ജയിലിൽ എന്താണ് അനുഭവിക്കേണ്ടി വന്നത്? ഏത് പള്ളികളുമായി ബന്ധപ്പെട്ടും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടും ലോഹയിട്ട അച്ഛന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരൊക്കെ എന്താണ് വടക്കേ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതറിയാത്തതല്ലോ. ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം മാറുന്നത്? എങ്ങനെയാണ് ആ ചിരി വരുന്നത്?
അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എല്ലാ തരത്തിലും ഈ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഈ രാജ്യത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലാതെ ഇതിനെ കാണാൻ പറ്റില്ല. കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളത് ഏറ്റവും നാണക്കേടുള്ള കാര്യമാണ്. ആ കുട്ടി നാളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലേക്ക് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മനോഹരമായ സ്വപ്നം. അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു നല്ല സന്ദേശമായിരിക്കും. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരുപാട് പിതാക്കന്മാരെയും ബിഷപ്പുമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അങ്ങനെ ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കുമോ? അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായും അനീതി എന്നല്ല, ഏറ്റവും ലജ്ജാകരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജിമ്മി, ഈ സംഭവം നടക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടി വരുന്നു, കുട്ടിയുടെ ശിരോവസ്ത്രം ഒരു വലിയ വിഷയമായി മാറുന്നു, അതോടുകൂടി എല്ലാം പൊട്ടിത്തെറിക്കുന്നു എന്ന് ഒറ്റയ്ക്ക് കാണരുത്. ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സ്ഥലം പള്ളുരുത്തിയിലെ ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തിന് മുന്നിൽ ഒരു റോഡ്, ഈ റോഡിൻ്റെ പേരിനെ ചൊല്ലി മുമ്പ് ഒരു വലിയ തർക്കം അവിടെ നടന്ന സ്ഥലമാണ് 2 വർഷം മുമ്പ്. അപ്പോൾ ഒരു ക്രൈസ്തവ നാമധേയം ആ സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റാണ്, എനിക്ക് കൃത്യമായി എനിക്ക് എൻ്റെ കഥ അറിയില്ല. പക്ഷേ എന്തായാലും അവിടെ ഒരു ബോർഡ് വെച്ചു, ആ ബോർഡ് തകർക്കപ്പെട്ടു, അതിൻ്റെ പിന്നിൽ കേസും ബഹളങ്ങളും ഒക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇതൊരു വളരെ സെൻസിറ്റീവായ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കുട്ടിയുടെ അച്ഛൻ എന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ഒരു പ്രശ്നം നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഹിജബിൻ്റെ വിഷയം വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മറന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യരുത്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി ഹിജബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇത്ര കാര്യമായി ആ കുട്ടിയോട് പ്രതികരിക്കണമായിരുന്നോ? ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്തതായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി അനുഭാവപൂർവ്വമായി ഒന്ന് സമാധാനപ്പെടുത്തി അത് ഡീൽ ചെയ്യാമായിരുന്നില്ലേ? 2, ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഹിജബ് ഇട്ട് വന്നില്ല. പെട്ടെന്നൊരു ദിവസം ഹിജബുമായി വരുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് സ്കൂളുമായി സംസാരിക്കാമായിരുന്നില്ലേ? എന്തിനാണ് SDPI ഈ വിഷയത്തിൽ പെട്ടെന്ന് ഇടിച്ചു കയറി വരുന്നത്? ഈ SDPI ഇടിച്ചു കയറി വരുമ്പോൾ തന്നെ PTA പ്രസിഡന്റ് എന്തിനാണ് അപ്പോൾ തന്നെ അവർക്കെതിരെ താൻ ആരുവ എന്ന് ചോദിച്ച് തിരിച്ച് പ്രതികരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ലൈവിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി, മറ്റേ ക്രിസ്ത്യൻ ആ പാർട്ടിയല്ല, ക്രിസ്ത്യൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു അങ്ങനെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയാണ്. അതായത് കാസ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനയുമായിട്ട് രാഷ്ട്രീയമായിട്ടൊരു തരം അഫിലിയേഷൻ ഉള്ളതാണ്. ഔദ്യോഗികമായിട്ട് അവർ അംഗീകരിക്കില്ലെങ്കിൽ പോലും കാസയുടെ ബന്ധപ്പെട്ട കാസയുടെ ഒരു പദവിയിലിരുന്നയാൾ കാസയിൽ നിന്ന് പുറത്തുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണിത്. അപ്പോൾ നോക്കൂ, ഇതിനൊരു കണക്ഷനുണ്ട്. ഇത് നിഷ്കളങ്കമായ ഒരു കുട്ടി വരുന്നതും അതിനോട് മാനേജ്മെൻറ്റ് പ്രതികരിക്കുന്നതും അങ്ങനെ ലളിതമായി കാണരുത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കന്യാസ്ത്രീ സംസാരിക്കുമ്പോൾ ഇതിനൊരു ഇന്ത്യൻ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലവും കൂടെ നിങ്ങൾ കാണണം. ഇത് ഓൾറെഡി ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില പഴയ കണക്ക് തീർക്കലുകളുടെയൊക്കെ ഭാഗമാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. അത് ഒരു കുഞ്ഞിൻ്റെ പുറത്ത് തീർത്തു. ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടണം. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ എല്ലാവരും കുറച്ച് ഓവറായി എന്നുള്ളതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. എല്ലാവരും ഒരു പൊടിക്ക് ഓവറായിരുന്നു. നിങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതം കൊണ്ടാണ് കളിച്ചതെന്ന് ഓർക്കണം. നമുക്കറിയില്ല, നമ്മുടെ ഈ ചർച്ചയടക്കം ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് കാര്യമായ പേടിയുണ്ട്. പക്ഷേ ഇത് വാർത്തയാണ്, ഇത് രാഷ്ട്രീയമാണ്, ഇത് കൈവിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ചർച്ച ചെയ്യാതെ നിവർത്തിയുമില്ല. അതുകൊണ്ട് ഈ കുട്ടിയോട് ആരും നീതി ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഈ കാര്യത്തിൽ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഈ വിഷയം ഒരു സ്കൂളിലെ ഒരു വിഷയം കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതാണ്, മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ടും ചെയ്തതാണ്. പല കോടതി വിധികളുണ്ട്. നമ്മൾ എണ്ണിയെടുത്തത് 4 കോടതി വിധിയുണ്ട്. ഒരു കാരണവശാലും സ്കൂളിൻ്റെ യൂണിഫോം ഏത് വേണമെന്നുള്ളതിൻ്റെ റൈറ്റിൻ്റെ പുറത്ത് ഒരു കുട്ടിയുടെ അവകാശം നിലനിൽക്കില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ തൽക്കാലം നാട്ടിലെ കോടതി വിധികളെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ മന്ത്രി ശിവൻകുട്ടി പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് വൈകാരികമായി വളരെ ശരിയായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ആ കുഞ്ഞ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവുമെന്നുള്ളതാണ്. ആ വരിയിൽ ഞാൻ മന്ത്രിയുടെ കൂടെയാണ്. പക്ഷേ ഒരു മന്ത്രി അങ്ങനെ പറയുന്നതിൽ ഞാൻ മന്ത്രിയുടെ കൂടെ അല്ല. അവിടെയാണ് പ്രശ്നം. നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിലും ഞാനിപ്പോഴും ആ കുട്ടിയോട് ഐക്യദാർഢ്യപ്പെട്ടാണ് നിൽക്കുന്നത്. ആ കുട്ടിയെ ആ സ്കൂളിൽ സ്നേഹത്തോടു കൂടി കയറ്റണമായിരുന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഒരു മന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അതിന് നിയമത്തിൻ്റെ പിൻബലം വേണം. ഭരണഘടന 3 പ്രാവശ്യം പറഞ്ഞാൽ ഭരണഘടനയാവില്ല. ഈ ഭരണഘടന അടക്കമുള്ള വിഷയങ്ങൾ ഏഴകീറി പരിശോധിച്ചിട്ടാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ 4 ഹൈക്കോടതികളെങ്കിലും ഈ കാര്യത്തിൽ വിധി പറഞ്ഞത്. ആ വിധി സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലമാണ്. ഇതറിയാതെയാണോ മന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഉദ്ദേശം? മന്ത്രി വിടാൻ ഭാവമില്ല. നോക്ക്, ഈ വിഷയം മിനഞ്ഞാന്ന് തീർന്നതാണ്. ആ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് ഇന്നലെയും തീർന്നതാണ്.
സ്മൃതി പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ് കുട്ടി പോകാൻ പോകുന്നത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഈ ശിരോവസ്ത്രം അനുവദിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് കുട്ടി പോകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ വിഷയം തീരാൻ പോവുകയാണ് കേട്ടോ. നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ത്രി എന്താണ് ഇത് വിടാത്തത്? ഇന്ന് വൈകുന്നേരം 3:30 അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വരുന്നു. ശിരോവസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ ചേർത്ത് നിർത്തുന്ന മന്ത്രി ശിവൻകുട്ടിക്ക് രാഷ്ട്രീയമുണ്ടോ ഇതിനകത്ത്? അദ്ദേഹത്തിൻ്റെ മണ്ഡലം നിയമം BJPയിലേക്ക് ഒരു തവണ പോയ മണ്ഡലമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ അധികമില്ലാത്ത മണ്ഡലമാണ്. മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. ഞാനൊരു ആരോപണമായിട്ടാണ് ഇത് ഉന്നയിക്കുന്നത്, എനിക്ക് ശരിയാണോന്നറിയില്ല. പക്ഷേ ഒരു സാധ്യതയുണ്ടോ? മന്ത്രി ഇതിനകത്തൊരു രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ? കുറച്ച് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയാണോ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞ് തന്നെ പോകണം. കാരണം മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 കോടതി വിധികൾ നിങ്ങൾക്കെതിരായിരിക്കെ എങ്ങനെയാണ് കുട്ടിക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് പറയാത്ത വസ്ത്രം ധരിക്കാം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതിന് അദ്ദേഹം സമാധാനം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, നിങ്ങൾക്ക് വൈകാരികമായി പ്രതികരിക്കാം, നിങ്ങൾക്ക് ഫോട്ടോ ഇടാം. പക്ഷേ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിനുശേഷമാണ് നമുക്ക് ഈ വിഷയം ഡീൽ ചെയ്യേണ്ടത്. ഇതിനെ നിയമപരമായിട്ടും മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചുമല്ല ഡീൽ ചെയ്യേണ്ടത്. ഇതിനെ നിയമത്തിനും മന്ത്രിയുടെ അധികാരത്തിനും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിധിക്കും പുറത്തു നിന്നുകൊണ്ട് ഒരു സമവായ ശ്രമത്തിനാണ് ശ്രമിക്കേണ്ടത്. ആ സമവായ ശ്രമത്തിന് ഇവിടെയുള്ള ക്രൈസ്തവ സഭകളും മുന്നോട്ട് വരണം, മന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വരണം, മറുവശത്ത് വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരണം. ഇത് നിയമത്തിൻ്റെ പുറത്ത്, നിയമത്തിൻ്റെ എല്ലാ കെട്ടുപാടുകൾക്കും പുറത്തു നിന്ന് സംസാരിച്ച് തീർക്കാം. ആ കുട്ടി അങ്ങനെ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. അതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോവുകയാണ്. മന്ത്രിക്ക് മറുപടിയായി ഇന്ന് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വന്ന് പറയുന്നു, ഈ വേഷം ഞങ്ങളൊരു ഭാരതീയ പാരമ്പര്യം അനുസരിച്ചാണ്. നമുക്ക് ഉദ്ദേശം മനസ്സിലായി. അടുത്ത റൗണ്ട് കടക്കുകയാണ്. എങ്ങനെയാണോ ഒരു രണ്ട് മാസം മുമ്പ് കേരളത്തിലെ ക്രൈസ്തവർ പുറത്തുപോയി അടി വാങ്ങിച്ചപ്പോൾ BJPക്കെതിരെ ആളുകൾ തിരിഞ്ഞത്, ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ കൂടി ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തട്ടമിട്ടതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ മന്ത്രി നിയമം നോക്കണം. വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ മന്ത്രി നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ജിമ്മി പറഞ്ഞ ആ നിയമം എന്നുള്ള കാര്യമൊക്കെ അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നങ്ങ് ഓർക്കണം. പാർട്ടി പ്രതികരിച്ചിട്ടില്ല, നേതാക്കൾ വേറെ ആരും പ്രതികരിച്ചിട്ടില്ല. വില കൊടുത്തായിട്ടായാലും ഒറ്റയ്ക്കുള്ള പ്രതികരണമായിരുന്നു അത്. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തുമ്പോഴും CPM പ്രതിനിധി ഉണ്ടായിട്ടില്ല, അങ്ങ് ഓർക്കണം. അപ്പം എന്തുകൊണ്ടാണ് ഇന്ന് പ്രതികരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞാൽ ഇതുവരെ പ്രതികരിച്ചില്ല. മന്ത്രി തുടക്കം മുതൽ നിലപാടെടുക്കുന്നു. ആയിക്കോട്ടെ. 2018 ഒരു ജഡ്ജി മുസ്താഖിന്റെ കോടതി വിധി ഉണ്ടായി. ആ കോടതി വിധി തിരുവനന്തപുരത്തെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. ക്രൈസ്തവ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ക്രൈസ്തവ സ്കൂളിലെ കേസിൽ സർക്കാർ കക്ഷിയാണ്. എന്താ സർക്കാർ മേൽക്കോടതിയിൽ കേസ് പോയത്? എന്താ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരുന്നത്? ഹൈക്കോടതിയിൽ ആ വിഷയം തീർന്നല്ലോ. അന്ന് വേണ്ടായിരുന്നു. അന്ന് ഈ പ്രശ്നമില്ലേ? ഇപ്പോഴാണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ കാലത്ത് അന്ന് ശിവൻകുട്ടിയല്ല മന്ത്രി, അതൊക്കെ ശരി. പക്ഷേ ഇത് ഇടതുപക്ഷ മുന്നണി തന്നെയാണ് അന്നും സർക്കാർ. അന്ന് പോയില്ലല്ലോ അപ്പീൽ. ഇപ്പം എങ്ങനെയാണ് വീണ്ടും അപ്പീലുമായിട്ട് വരുന്നത്? ഇനി സ്നേഹത്തിനും മനുഷ്യത്വത്തിൻ്റെയും ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഈ രൂപത്തിൽ കാണുന്നത് ഞാനേ പറഞ്ഞത്. ശിവൻകുട്ടി എന്ന മനുഷ്യനോട് ഞാൻ ഐക്യപ്പെട്ടു നിൽക്കുന്നു. പക്ഷേ ശിവൻകുട്ടി എന്ന മന്ത്രിക്ക് ഇത് പറയാൻ പറ്റില്ല. അത് നിയമപരമാണ്. നിങ്ങൾക്ക് വേറെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ തന്ത്രം കൂടി ആരോപിച്ചു. രാഷ്ട്രീയ തന്ത്രവുമുണ്ട്. അതിൻ്റെ സംശയമാണ്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. സംശയമുണ്ട്. അല്ലാതെ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? നിയമപരമായി നിൽക്കില്ല എന്ന് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ഒരു കാര്യമാണ്. കോടതിയിൽ നിങ്ങൾ ജയിക്കില്ല. ഹൈക്കോടതിയിൽ വിധിയുണ്ട്. അത് നിലനിൽക്കെ നിങ്ങൾ കേസ് പോകാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഓർഡർ ഇറക്കാൻ പറ്റില്ല. ഈ ഓർഡർ നിൽക്കില്ലെന്നേ. ഈ ഓർഡർ സുപ്രീം കോടതി, ഹൈക്കോടതികൾ 4 എടുത്ത് തോട്ടിക്കളഞ്ഞതാണ്. ഇതിലും വലിയ കർണാടകത്തിലെ ഇതിലും വലിയ കേസ് തോറ്റുപോയി. അപ്പോൾ അങ്ങനെ നിൽക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിയമത്തിന് പിൻബലം വേണം, ലോജിക്ക് വേണം, യുക്തി വേണം. ഭരണഘടന പറയുകയാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പറയുകയാണെങ്കിലും ഹൈക്കോടതി വിധിയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അന്ന് വാദിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതിനൊരു മറുപടി മന്ത്രി പറയണ്ടേ? ഒന്ന്. ഇനി ഈ കാര്യത്തിൽ രാഷ്ട്രീയക്കാരും പ്രതികരിച്ചില്ല എന്നും പറയരുത്. അതാണ് ഇനി ഈ കളിയിലെ അടുത്ത ഘട്ടം. നോക്കൂ, ഇത് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഇതോട് പ്രതികരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. അവിടെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രസ്താവന കൂടി നിങ്ങൾ എടുത്തു വായിക്കണം. അതായത് ഇത് കുട്ടിയുടെ അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെയും അവകാശമുണ്ട് എന്ന് അവിടെയും ഇവിടെയും തൊടാതെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത്. ആരൊക്കെയാണ്? ജമാഅത്തെയും SDP-യെയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വാദം. ഈ ജമാഅത്തെ ഇസ്ലാമി എവിടുന്ന് വന്നു? ജമാഅത്തെ ഇസ്ലാമി പിക്ചറിലേ ഇല്ലല്ലോ. ആദ്യത്തെ വാക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്.
നോക്കൂ 10 വോട്ടാണ് അവിടെയും CPM സംസ്ഥാന സെക്രട്ടറി കണ്ടതെന്ന് ഞാൻ കരുതുന്നു. ജമാഅത്ത് ഇസ്ലാമി വന്നാൽ എനിക്കറിയില്ല, പുറത്തുള്ള SDP ആണ്. അപ്പോൾ അതൊന്ന്. ഇനി 2-3 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡൻ പ്രതികരിച്ചു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പുറത്തു നിന്നുള്ളവർ വന്ന് ഭീഷണിപ്പെടുത്തണ്ട, RSS BJP ശക്തികൾ എന്ത് ചെയ്താലും ഞാൻ മതേതരത്വം സംരക്ഷിക്കും. അവിടെ SDP ഇല്ല, അവിടെ BJP RSS ആണ്. അതെങ്ങനെയാ? നോക്കൂ, ഈ കളത്തിലില്ലാത്ത 2 പാർട്ടികളെ രണ്ട് കൂട്ടരും കേരളത്തിലെ 2 പ്രമുഖ പാർട്ടിയുടെ നേതാക്കൾ കോട്ട് ചെയ്യാണ്. ഒരാൾ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി, വേറെ യുക്തി. ഇവിടെ ഹൈബിയോടൻ പറയുന്നു BJP RSS. ഇവരാരും ഇല്ലെന്നേ. അപ്പോൾ കാര്യങ്ങൾ രാഷ്ട്രീയമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ അത്ര ലളിതമായി ഞാൻ കാണാത്തത്. നോക്കൂ, രാഷ്ട്രീയം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു, കളത്തിലേക്ക് രാഷ്ട്രീയം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ വിഷയം പരമാവധി കത്തട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ വളരെ ലളിതമായി ഈ വിഷയത്തെ കണ്ട് ഇതൊരു ഒരു കുട്ടിക്ക്, ഒരു സ്കൂളിന്, ഒരു സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നമെന്ന് വിചാരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വളരെ ചൂടുപിടിച്ച വർഗീയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരള സാഹചര്യമുണ്ട്. 2 മാസം മുമ്പാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കന്യാസ്ത്രീകൾ, പുരോഹിതരൊക്കെ പുറത്ത് ആക്രമിക്കപ്പെട്ടതിൻ്റെ വലിയ വാർത്തകളും വാദപ്രതിവാദങ്ങളും നടന്നത്. അതിനിടയ്ക്കാണ് ഒരു സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ 10 വർഷം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ അറിയും ഇതിൻ്റെ ഈ സാധനങ്ങൾക്കെല്ലാം ഒരു ലിങ്ക് ഉണ്ടായി നിൽക്കാമെന്ന്. നമുക്കറിയില്ല. പക്ഷേ ലളിതമായി കാണരുത്. ഇതിനകത്ത് ഒരു പക്ഷേ ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടാവാം. നോക്കൂ, അങ്ങനെ ഒരു അവസരമുണ്ടായപ്പോൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ചാടി വീഴുന്നത് അവരുടെ കണ്ണ് 10 വോട്ടിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത് കോൺഗ്രസ് ആയാലും, അത് CPM ആയാലും, അത് വിദ്യാഭ്യാസ മന്ത്രി ആയാലും ഒക്കെ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്താണ് ഇങ്ങനെ ഒരു വാദത്തിന്, നിങ്ങളുടെ DD കൊടുത്ത ഉത്തരവിന് താങ്കളുടെ നിലപാടിന് നിയമപരമായ നിലനിൽപ്പ്? ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കോടതി വിധികൾ പാലിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കോൺഗ്രസും CPM മാത്രമല്ല, BJP ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. BJP ഷോൺ ജോർജ് അടക്കം ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണം കിട്ടാൻ പോകുന്ന BJP ഡെഫിനറ്റ്ലി. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇതിനു മുമ്പ് 2 മാസം മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയം വലിയ ചർച്ചയായി നിൽക്കുകയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിക്കണം എന്നിടത്തുനിന്നാ എറണാകുളത്ത് കേരളത്തിൻ്റെ കൃത്യം നടുക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ രാഷ്ട്രീയമായ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗോൾഡ് മൈനാണ് തുറന്നിരിക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് 10 വോട്ടിന് വേണ്ടിയുള്ള ചാട്ടം, മുങ്ങാങ്കുഴി ഇട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തീ കൊണ്ടുള്ള കളിയാണ്. അതിനിടയ്ക്ക് ആ കുഞ്ഞിനെ എല്ലാവരും മറന്നുപോയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടിയോട് അനീതി കാട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. സംശയലേശമെന്നേ ഞാൻ പറയും കുട്ടിയോട് അനീതി കാട്ടി. ഈ വിഷയത്തെ 3 തലങ്ങളായി തന്നെ സമീപിക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്ന് വളരെ തീവ്രമായ നിലപാടുള്ള ചില സംഘടനകളുടെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വ്യക്തിപരമായി എനിക്കും ചില മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തോ പറഞ്ഞു എന്നുള്ളത്. അതിന്ന് അച്ഛനുമായി ഞാൻ രാവിലെ സംസാരിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. വളരെ കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്തിയതുമാണ്. ഒരു തരത്തിലും കുട്ടിയുടെ വിദ്യാഭ്യാസത്തെയോ കുട്ടിയുടെ കുടുംബത്തെയോ അപമാനിക്കുന്ന ഒരു നിലപാടും റിപ്പോർട്ടർ ചാനലിൻ്റെയോ വ്യക്തിപരമായ എൻ്റെയോ നിലപാടല്ല. മാത്രമല്ല, ഈ വിഷയത്തിൻ്റെ പല അടരുകളെ വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അന്നും ഇന്നും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി മാത്രമല്ല, ആ കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായം കൂടിയാണ്. ആ സമുദായം മാത്രമല്ല, ഇപ്പോൾ വേട്ടക്കാരനെന്ന് ആരെങ്കിലും കരുതുന്നൊരു സമുദായമുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ പ്രതിനിധികൾ കൂടി ഇരകളാണ് എന്നുള്ളതാണ്. അതാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു, സംശയത്തിൻ്റെ ലേശമെന്നേ കുട്ടിയോട് അനീതി കാട്ടിയിട്ടുണ്ട്. എന്നാൽ 3 പ്രധാനപ്പെട്ട തലങ്ങൾ ഇതിലുണ്ട്. 1 ഇതിൻ്റെ നിയമപരമായൊരു തലം, 2 രാഷ്ട്രീയമായത്, 3 സാംസ്കാരികമായ വൈകാരികമായൊരു തലം. ആദ്യത്തെ ഘട്ടത്തിലേക്ക് വന്നാൽ നേരത്തെ ജിമ്മി പറഞ്ഞതാണ്, നിയമപരമായി ഈ കേസ് നിൽക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ലൈവ് ലൈവിലുള്ള റിപ്പോർട്ട് വായിക്കുകയായിരുന്നു. ഹൈക്കോടതി യഥാർത്ഥത്തിൽ ഈ സ്കൂളിന് തിരിച്ചടി എന്ന നിലയിലല്ല ഇന്നത്തെ വിധി ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നൊരു കാര്യമുണ്ട്. CBSE സ്കൂൾ ആയതുകൊണ്ട് DDക്ക് ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ച് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോട് എന്തെങ്കിലും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിനകത്തെ ഓറലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. ഒരു കൊയേഴ്സീവായിട്ടും ഈ CBSE സ്കൂളിനോട് DDക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിൽ അതിനു വേണ്ടി ഒരു പ്രത്യേക ഓർഡർ ഞങ്ങൾ ഇറക്കുന്നില്ല എന്നാണ് ഓറലി പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ കോട്ട് ചെയ്യുന്നത് ലൈവ് ലോയാണ്.
വിധി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. മനസ്സിലാക്കിയിടത്തോളം ഒരു ഇൻറ്റീരിയം ഓർഡർ ഇറക്കിയിട്ടില്ല, പകരം സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ കുട്ടിയുടെ മുന്നിൽ, രക്ഷിതാവിൻ്റെ മുന്നിലുള്ള നിയമപരമായ പ്രതിസന്ധി 2018 ഇറങ്ങിയ ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്. മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് വളരെ കൃത്യമായി ഒരു കുട്ടിയുടെ അവകാശവും ഒരു സ്ഥാപനത്തിൻ്റെ അവകാശവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒരു ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റ് നിലനിൽക്കുമെന്നുള്ളതാണ്. അത് നിർഭാഗ്യവശാൽ ജസ്റ്റിസ് മുഷ്താഖിൻ്റെ വിധിയിൽ പറയുന്നത് ആർട്ടിക്കിൾ 19 ഉദ്ധരിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ അവകാശത്തിനാണ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാപനത്തിന്, അതായത് ക്രൈസ്റ്റ് സ്കൂളിന് അഥവാ ബാക്കി എല്ലാ പ്രൈവറ്റ് സ്കൂളുകൾക്കും അവരുടേതായ റെഗുലേഷൻസ് യൂണിഫോമുമായി ബന്ധപ്പെട്ട് നടത്താം. അതുകൊണ്ട് കുട്ടിയോട് അത് ധരിക്കാൻ, ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിക്കാനോ ഈ റെഗുലേഷൻ മാറ്റണമെന്ന് സ്കൂളിനോട് നിർദ്ദേശിക്കാനോ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ജഡ്ജ്മെൻ്റാണ്. അന്ന് 2018 ഇതിലെ ആദ്യത്തെ കക്ഷി സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. അന്ന് കേരള സർക്കാർ അപ്പീല് പോയി അത് തിരുത്തിയിരുന്നെങ്കിൽ, അഥവാ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് പോയി തിരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ കുട്ടിക്കും രക്ഷിതാവിനും നിയമപരമായൊരു പരിരക്ഷ അവിടെ കിട്ടുമായിരുന്നു. നിയമപരമായ പരിരക്ഷ നിലവിലുള്ള സാഹചര്യത്തിൽ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വെച്ച് ഈ കുട്ടിക്കില്ല. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് ഇവിടെ പെട്ടെന്ന് മന്ത്രിയുടെ നിലപാട് നിയമപരമായി നിലനിൽക്കാതെയാവുന്നത് എന്ന ചോദ്യം പറഞ്ഞത്. അത് നിയമപരമായി എന്നത് മാത്രം നിങ്ങൾ കൂട്ടി വായിക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 2022 ഇതേ സംസ്ഥാന സർക്കാർ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുന്ന സമയത്ത് യൂണിഫോമിൻ്റെ പരിധിയിൽ അന്ന് ഒരു കുട്ടി ആവശ്യപ്പെടുന്നു ഹിജാബ് ധരിച്ചുകൊണ്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അന്ന് അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിന് സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ വ്യക്തമായി പറയുന്നു സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോമിൽ ഹിജാബ് ഉൾപ്പെടുകയില്ല. അങ്ങനൊരു നിലപാട് സ്റ്റേറ്റ് സർക്കാർ എടുത്തിട്ടുണ്ട്. 2022 തന്നെയാണ് കർണാടകയിലെ ഹൈക്കോടതി, അത് സർക്കാർ സ്ഥാപനമാണ്, അവിടെ ഹിജാബ് വളരെ പെട്ടെന്ന് പൊടുന്നനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. നോക്കണം, അത് വളരെ വിചിത്രമായൊരു കേസാണ്. സമാനമായ കേസ് ബോംബെയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് കുട്ടിക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി. അത് അന്നുവരെ ഇല്ലാത്തൊരു നിയമം പുതുതായിട്ട് അടിച്ചേൽപ്പിച്ചപ്പോഴാണ് ഹിജാബ് ഊരി വരണം എന്ന് പറയുമ്പോഴാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. മാത്രമല്ല കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ ഒരു ജഡ്ജി ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്നും മറ്റൊരു ജഡ്ജി ഇത് എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന നിലപാടുമെടുത്തു. അഥവാ ഈ വിഷയത്തിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാമോ, യൂണിഫോമിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന വിഷയം ഒരു ലാർജ് ബെഞ്ചിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ആ ബെഞ്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ നിയമപരമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് 2018 ഹൈക്കോടതി ജഡ്ജ്മെൻ്റാണ്. അതാണ് വസ്തുത 1. വസ്തുത നമ്പർ 2, ഇന്നത്തെ വിധിയിലും പറഞ്ഞിരിക്കുന്നത് CBSE, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് നേരത്തെ ജിമ്മി ചോദിച്ച ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. മന്ത്രി ഒരു ഉത്തരവിടുമ്പോൾ, DD ഒരു ഉത്തരവിടുമ്പോൾ അത് നിയമപരമായ നിയമത്തിൻ്റെ കൂടി പിൻബലത്തിലാണോ? CBSE സ്കൂളിൻ്റെ യൂണിഫോം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ DDക്ക് ഇടപെടാൻ കഴിയുമോ? അബ്സല്യൂട്ട്ലി നോ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. കാരണം അത് CBSE ആണ്. അവിടെ KERO KSRO ആ അർത്ഥത്തിൽ CBSE സ്കൂളുകളുടെ കാര്യത്തിൽ പരിമിതമാണ് എന്നുള്ളതാണ്. അവിടെ ഈ വിഷയത്തിൽ DDക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ അത് ഒരു പക്ഷേ സർക്കാരിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമപരമായി എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇനി രണ്ടാമത്തത്, രാഷ്ട്രീയമായി വിഷയത്തിൽ മുതലെടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഒരു ഭാഗത്ത് എൻ്റെ ചർച്ചയിലാണ്, രാവിലെ മോർണിംഗ് ഷോയിലാണ് ഈ PTA പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ വന്ന് സംസാരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് വളരെ മാന്യമായി തന്നെയാണ് ചോദിച്ചത്, അങ്ങ് ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയാണോ, അങ്ങേക്ക് കാസയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അദ്ദേഹം അത് പിന്നീട് തുറന്ന് സമ്മതിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ NPP എന്ന് പറയുന്ന പാർട്ടിയുടെ, ക്രിസ്ത്യൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിതമായ പാർട്ടിയുടെ, നമുക്കറിയാം ആ പാർട്ടിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏതു പാർട്ടിയുടെ ചായ്വുണ്ട്, അത് BJPയുടെ ചായ്വുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് നിൽക്കുന്ന ഒരു PTA പ്രസിഡന്റാണ് അന്ന് നമ്മളോട് സംസാരിച്ചത്. ആ PTA പ്രസിഡന്റാണ് സ്കൂളിന് മുൻപേ തന്നെ, മാനേജ്മെന്റിന് മുമ്പേ തന്നെ ഏറ്റവും തീവ്രമായി പ്രതികരിച്ചതും ആദ്യം ബൈറ്റ് കൊടുക്കുന്നതും ആദ്യം വന്ന് പ്രതികരിക്കുന്നതും ഈ NPP നേതാവാണ്. അതിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമാണ് നേരത്തെ ജിമ്മി പറഞ്ഞത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിൽ നിൽക്കുന്ന പരിസരത്ത് ഒരു റോഡുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ആരുടെ മേലിലാണ് പരീക്ഷിക്കപ്പെടുന്നത്? വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടിയുടെ, അവളുടെ ഭാവി വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മറുവശത്തേക്ക് നോക്കിയാൽ വളരെ പെട്ടെന്ന് അവിടെ SDP വരുന്നത് കാണാം. SDP-യിലെ ആളുകളാണ് 3-ാമത്തെ ദിവസം ഈ പേരൻറ്റിനോടൊപ്പം അവിടെ പോകുന്നത് എന്നുള്ളതാണ് ഈ പ്രയറിൽ പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ടതല്ല, കോടതിയിൽ കൊടുത്തിരിക്കുന്ന പ്രയറിൽ പറയുന്നതാണ് ഞാൻ ഈ വായിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ SDP വിഷയത്തിൽ ഇടപെട്ടതും ഒരു ഭാഗത്ത് NPP ഇടപെട്ടതും ഇരുഭാഗത്തിനും രാഷ്ട്രീയമായ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും
മൂന്നാമത്തെ ഭാഗമാണ് അതിൽ ഏറ്റവും പ്രസക്തമായത്. ഇന്നിപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും മിനിസ്റ്റർ ശിവൻകുട്ടിയുടെ കഴിഞ്ഞ 2 ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുകളോട് അദ്ദേഹം ആദ്യമെടുത്ത തീവ്രമായ നിലപാടിൽ നിന്ന് പിന്നീട് ഒരു സമവായ ചർച്ച വന്നപ്പോൾ സമവായം നടക്കട്ടെ, അത് നല്ലത് എന്ന നിലപാടെടുത്തു. ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഇത് ഞാൻ പറയുന്നത് ആദ്യം ഞാനെടുത്ത നിലപാട് നിയമപരമായത് തെറ്റാണെങ്കിൽ പോലും അഥവാ നിലനിൽക്കുന്നതല്ലെങ്കിൽ പോലും അതിന് വിശാലമായ രാഷ്ട്രീയ സാംസ്കാരിക മാനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ഭരണവർഗം ഒരു വംശീയത ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ആയുധമായി തങ്ങൾ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിലയുറപ്പിക്കുക? നിങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നീതി. അവിടെ മറ്റെല്ലാം അപ്രസക്തമാണ് എന്നുള്ളതാണ്. കാരണം ഒരു ഭൂരിപക്ഷ വർഗീയത അധികാരത്തിൻ്റെ സഹായത്തോടു കൂടി ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ പൊസിഷൻ നിങ്ങൾ എവിടെയാണ്, ഏത് പക്ഷത്തോടൊപ്പമാണ് നിൽക്കുക? നിങ്ങൾക്കവിടെ കേവലം റെഗുലേഷൻസിൻ്റെയോ നിയമത്തിൻ്റെയോ സാങ്കേതികത്വം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വിശാലമായ ഇടതുപക്ഷത്തിൻ്റെ ബോധ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ മിനിസ്റ്റർ ശിവൻകുട്ടി ഇപ്പോൾ ഈ തട്ടമിട്ട പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് വൈകാരികമായ തലം മാത്രമല്ല സാംസ്കാരികമായ ഒരു തലം കൂടിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വായിക്കുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, സ്കൂളുകളിൽ വായിക്കുന്ന പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, സമ്പൂർണവും വൈവിധ്യവുമാർന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് വാചകം. ഇത് എവിടെ വായിക്കുന്നതാണ്? എല്ലാ സ്കൂളുകളുടെയും അസംബ്ലിയിൽ വായിക്കുന്ന പ്രതിജ്ഞയാണ്. എന്താണ് സമ്പൂർണവും വൈവിധ്യവുമാർന്ന അതിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയാനുള്ള എൻ്റെ ശക്തി എൻ്റെ ചുറ്റും നിൽക്കുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ ചുറ്റും നിൽക്കുന്ന സമൂഹം ആ വൈവിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആ വൈവിധ്യത്തിൽ നിങ്ങളോടൊപ്പം ഒരു സാറാമ്മയുണ്ടാവും, നിങ്ങളോടൊപ്പം ഒരുപക്ഷെ ഒരു ബീവി ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഒരുപക്ഷെ ഒരു രാമനുണ്ടാവും. അപ്പോൾ രാമനും റഹീമും ഈ കൃഷ്ണനും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, തോമസും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന, മതത്തിൻ്റേതാണെങ്കിലും ശരി, നിങ്ങളുടെ സാംസ്കാരികമായിട്ടാണെങ്കിലും ശരി, വ്യത്യസ്ത ഭാഷകളുടേതാണെങ്കിലും ശരി, ആ വൈവിധ്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരിടമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. അത് പ്രൈവറ്റ് സ്കൂളാവാം, അത് പബ്ലിക് സ്കൂളാവാം. അപ്പോൾ അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്ന ഒരു സ്കൂളിൽ ഇനി ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ പ്രതിജ്ഞ എടുക്കും എന്നുള്ളൊരു പ്രശ്നമാണല്ലോ. കാരണം നിങ്ങളുടെ മുന്നിൽ വൈവിധ്യത്തെ തിരസ്കരിച്ചുകൊണ്ടൊരു ഉത്തരവ് വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിയമപരമായും ഒരുപക്ഷെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ സ്കൂളിന് അനുകൂലമാണ് ഇപ്പോഴത്തെ വിധിയെങ്കിലും സാംസ്കാരികമായി അതിനെ നിങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാൽ, എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുന്നത് സ്കൂൾ പ്രതിനിധാനം ചെയ്യുന്നൊരു പബ്ലിക് സ്പേസാണ്, ഒരു ഇൻക്ലൂസീവായ പബ്ലിക് സ്പേസാണ്. അതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റ് പിൻവാങ്ങേണ്ടിയിരുന്നത് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് ഏതെങ്കിലും തരത്തിൽ കൊയേസീവായി ചെയ്യണമെന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, കോടതി ഉത്തരവ് വിശദമായി തന്നെ കോടതി ഉത്തരവിൻ്റെ മാനങ്ങൾ പഠിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ അതിന് അപ്പീൽ പോവുകയും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. ആ വിധി തിരുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊക്കെ പബ്ലിക് സ്കൂളിൽ പഠിച്ചു വന്നവരല്ലേ ജിമ്മി, സുനിൽ, സ്മൃതി. ആ പബ്ലിക് സ്കൂളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സുഹൃത്തുക്കൾ, അതിലൊരാൾ മുസ്ലിമും ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ ഹിന്ദുവും ചില ആളുകൾക്ക് മതമില്ലാതെ പഠിച്ചു വരുന്നവരും ഒക്കെയുള്ളവരല്ലേ നമ്മളുടെ ചുറ്റും വരുന്നത്. അവരുടെ ആരെങ്കിലും തട്ടം ഇട്ടുവരുന്നതോ തട്ടം ഇടാതെ പോകുന്നതോ, ഇനി ഇട്ടുവരുന്ന തട്ടം കാറ്റ് തിളകിപ്പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പോവുകയും തട്ടത്തിൽ പിടിച്ചു വലിച്ചും ഒക്കെ കളിച്ച് വളർന്നൊരു കാലം നമുക്കില്ലേ? ആ തട്ടമൊന്നും ഒരു പ്രശ്നമേ അല്ലാതിരുന്ന കാലമാണ്. കോൺവെന്റ് സ്കൂളിലും അങ്ങനെയാണ്. ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തട്ടം വിട്ട് വരുന്ന പെൺകുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടം ഊരി കുട്ടികളോടൊപ്പം കളിച്ച് വീണ്ടും തട്ടം വിട്ട് തിരികെ പോവുകയും, പള്ളിയിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന കുട്ടികൾ, മദ്രസയ്ക്ക് പോകുമ്പോൾ മാത്രം തട്ടമിടുന്ന കുട്ടികൾ, അത് കഴിഞ്ഞാൽ തട്ടം മാറ്റുന്ന കുട്ടികൾ, ചിലർ തട്ടമിട്ടും തട്ടമിടാതെയും വരുന്ന കുട്ടികൾ. അതിൻ്റെ ഒരു സൗന്ദര്യം അവിടെയുണ്ട്. അത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞാൽ കുട്ടിയുടെ ചോയ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു വ്യവസ്ഥയുടെ ചോയ്സാണ്. അത് സുനിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭാഗികമായി യോജിക്കുന്നു. പക്ഷേ അപ്പോഴും ആ ബഹുസ്വരത, പ്രതിജ്ഞയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ബഹുസ്വരതയുടെ ഭാഷയും അതിൻ്റെ വ്യാകരണവും കുട്ടിക്ക് ഈ സ്കൂളിൽ നഷ്ടപ്പെടും. അതാണ് ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളെക്കുറിച്ചുള്ള എൻ്റെ ആധിയും അതുതന്നെയാണ്. അധ്യാപികയുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ എന്നുള്ളത് അതിനെ വ്യത്യസ്ത തലങ്ങളിൽ വിമർശിക്കുന്നവരുണ്ട്. സ്വാഭാവികമായും അതിൽ നന്ദി പറഞ്ഞു, അതിൽ കാര്യമായ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. ഷോൺ ജോർജിനടക്കം നന്ദി പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഷോൺ ജോർജൊക്കെ എന്ത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതൊരു രാഷ്ട്രീയ വിമർശനമായിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മന്ത്രി ശിവൻകുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹൈക്കോടതിക്ക് പറഞ്ഞിട്ടുണ്ട്, ഷോൺ ജോർജിനും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ വഷളാക്കാൻ ശ്രമിച്ച ആൾക്കാർക്ക് കൂടി നന്ദി പറയുന്നു എന്നുള്ളതിലായിരുന്നു അതിലെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അതൊരിക്കലും
അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അഥവാ ആ പണിക്ക് സിസ്റ്റർ പോകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പക്ഷേ എന്തായാലും അതൊക്കെ നമ്മൾ കേട്ടു. ആ സന്തോഷം യഥാർത്ഥത്തിൽ നിന്ന് സന്തോഷമല്ല ടീച്ചറിന് ഉണ്ടാവേണ്ടിയിരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ നിന്ന് പോകുന്നത് TC വാങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഒരു കുട്ടി ആ സ്കൂളിൽ നിന്ന് വിടവാങ്ങുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഘനീഭവിക്കുന്ന ദുഃഖത്തിൻ്റെ അളവ് ചെറുതല്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ കൂട്ടുകാരികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആ കുട്ടിക്ക് കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഉപപാഠം എന്ന് പറയുന്നത് ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ജിമ്മി പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, നാളെ ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലേക്കാണ് ഈ കുട്ടി പോകുന്നതെങ്കിൽ അവിടെ ഈ കുട്ടിക്ക് സ്വതന്ത്രമായി ഹിജാബ് ഉപയോഗിക്കാനും ഹിജാബ് വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ കുട്ടിക്കുണ്ടെങ്കിൽ ഈ കുട്ടി പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠം കൂടിയാണ്. ഇങ്ങനെയും ചില മനുഷ്യരുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആ കുട്ടിക്കുണ്ടാവുന്നു. അത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അഭിമാനം ഈ കുട്ടിക്ക് കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉത്തം സിംഗിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, എപ്പോഴും ഉദാഹരിക്കുന്നത് ഉത്തം സിംഗിനെ കുറിച്ചാണ്. ഉത്തം സിംഗ് തൻ്റെ പേര് മാറ്റിയിട്ട് 1940 ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം കോടതിയിൽ പറഞ്ഞത് എൻ്റെ പേര് ഉത്തം സിംഗ് എന്നല്ല, എൻ്റെ പേര് റാം മുഹമ്മദ് ആസാദ് എന്നാണ്. റാം മുഹമ്മദ് ആസാദ് എന്ന് പേര് പറഞ്ഞ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ വൈവിധ്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യത്തെ ആ കുട്ടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ആ സൗന്ദര്യം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്കൂൾ നിയമപരമായി വിജയിക്കുമ്പോഴും വൈകാരികമായും രാഷ്ട്രീയമായും പരാജയപ്പെട്ടു പോകുന്നത് ആ കുട്ടികൾക്ക് ഈ പ്രതിജ്ഞയുടെ ഉപപാഠം പറഞ്ഞു കൊടുക്കുന്നതിലാണ്. വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ മനോഹാരിതയിലാണ്. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒന്നാക്കി മാറ്റുന്ന ഒന്നല്ല, വൈവിധ്യങ്ങളെ സമാനതകളായി കാണാൻ കഴിയുന്ന ഒരു പസിൽ എന്നതുപോലെ തന്നെ വൈവിധ്യങ്ങളെ ചേർത്തു പിടിക്കാൻ കഴിയുന്നതാവണം നമ്മളുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അത് കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമാകുമ്പോഴും ആ സ്കൂളിൽ ആ കുട്ടി TC വാങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ വൈകാരികമായി ഒരു പക്ഷേ കൂടുതൽ രാഷ്ട്രീയമായി വിശാലാർത്ഥത്തിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ സ്കൂൾ മാനേജ്മെൻറ്റും ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് വീണ്ടും ആ ടീച്ചർമാരുള്ളത്, ഒരുപക്ഷെ മന്ത്രിയും ഇന്ന് റിക്വസ്റ്റിൻ്റെ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് പിന്നീട് ഒരു ഉത്തരവായിട്ട് അദ്ദേഹം DDയുടെ ഉത്തരവായിട്ട് ഇറക്കിയെന്ന് മാത്രം. അതിന് നിയമപരമായ പരിരക്ഷ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ആ റിക്വസ്റ്റ് ആ കുട്ടിയെ ചേർത്തു പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വൈവിധ്യം ഒന്നും സംഭവിക്കില്ല. മാത്രമല്ല അതിൽ ഏറ്റവും അപകടകരമായ കാര്യം, അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോട്ട് ചെയ്യുന്നത് ഈ കുട്ടിയുടെ അച്ഛനെയാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഈ ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടി ഭയമുണ്ടാക്കുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ആരോ ഒരാളിൽ നിന്ന് വന്നു എന്നാണ്. അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ കുട്ടിയോടും കുട്ടിയുടെ രക്ഷിതാവിനോടും ഈ പൊതുസമൂഹത്തോടും അവർ മാപ്പും പറയണം. കാരണം അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടും ഭയവും നിങ്ങൾക്കുണ്ടാവുന്നെങ്കിൽ ആ ഭയം അത്ര ലളിതമല്ല, ആ ഭയം അത്ര നിഷ്കളങ്കവുമല്ല എന്നുള്ളതാണ്. അത് അപരവിദ്വേഷത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഭയമാണ്. ആ അപരവിദ്വേഷം ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവുന്നത്, ചില പേരുകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവുന്നത്, ചില പേരുകളും ചില മേൽവിലാസവും കേൾക്കുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റിയും അരക്ഷിതത്വവും ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ കാണുന്നു. അത് ഒരു പേരിൻ്റെ പേരിൽ ഒരു നടൻ ഒരു എയർപോർട്ടിൽ വെച്ച് പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു പേരിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സിലബസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മറ്റൊരു പേരിൽ കാമുകൻ നിൽക്കുന്നത് കൊണ്ട് ലവ് ജിഹാദ് എന്ന് വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. വേഷത്തിൻ്റെ പേരിൽ കാണ്ടമാലിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. റൈപ്പൂരിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു കുരിശ് കണ്ടുകൊണ്ട് വാഹനം തടഞ്ഞ് ഒറീസയിൽ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതെല്ലാം ചിഹ്നങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വംശീയ കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് ടീച്ചറോട് പറയാനുള്ളത്, ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശത്തെ, കുട്ടിയുടെ അവകാശത്തെ നമ്മൾ ഹനിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് വൈകാരികമായ സാംസ്കാരികമായ തലത്തിലാണ്, നിയമപരമായി ഇപ്പോഴും കോടതി വിധിയാണ് നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനും മേൽക്ക് നമ്മുടെ രാഷ്ട്രീയ ബോധ്യം വളരണം. ഇന്ന് മിനിസ്റ്റർ കാണിച്ചത്, ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിച്ച ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചേർത്തു പിടിക്കലിൻ്റെ, കരുതലിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ശിരോവസ്ത്രമല്ല, പകരം ആ വസ്ത്രം ഏത് ശിരസിലിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി തീരുന്നത്. ഇട്ടിരിക്കുന്നത് ടീച്ചറാകുമ്പോൾ, അധികാരമുള്ളവരാകുമ്പോൾ അതിന് ന്യായീകരണം ഉണ്ടാവുകയും ഇട്ടിരിക്കുന്നത് ഒരു കുട്ടിയോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ ആകുമ്പോൾ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ആ വസ്ത്രം ധരിക്കുന്ന ശിരസിലുള്ള വ്യത്യാസമാണ്. ശിരസിനേക്കാൾ വലിയ ഒരു ഹൃദയം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടിക്ക് അനീതിയാണ് കിട്ടിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ മിനിസ്റ്ററുടെ നിലപാടും പൂർണ്ണമായും ശരിയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട് പക്ഷേ അപ്പോഴും DDയുടെ ഇടപെടൽ നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. Meet the editors.